എന്താ പറയണത്? ഇപ്പോഴും എനിക്ക് തോന്നുന്നു 5:30 വന്നു, സക്സസ്ഫുൾ എന്ന് കണ്ടു, ഓഫർ ലെറ്റർ വന്നേക്കുവാണ്. ഓഫർ ലെറ്റർ ആണ് അത് വന്നേക്കുന്നത്. ഇതൊന്ന് നേരത്തെ എനിക്ക് കയറാൻ പറ്റിയില്ലോ എന്നൊരു വിഷമമുണ്ട്. സിമ്പിൾ ആയിട്ട് പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിലും അറ്റൻഡ് ചെയ്യാതിരിക്കാൻ നമുക്ക് ഫെയിൽ ആകാൻ ഉറപ്പാണ്. ഇന്റർവ്യൂ കഴിഞ്ഞാൽ വീട്ടിലേക്ക് വിളിച്ചേ, ഹസ്ബൻഡിനെ വിളിച്ചപ്പോ തന്നെ ഹസ്ബൻഡ് പറഞ്ഞു ഈ ഇന്റർവ്യൂ കിട്ടുമെന്ന് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറയാനാളല്ല, ഇല്ല ഈ പ്രശ്നത്തെ കിട്ടും. അതുപോലെ തന്നെ ഇന്ന് 5:30 ആയപ്പോഴത്തേക്കും വന്നു സാറേ. അതിന്റെ എന്താ പറയണത്? ഇപ്പോഴും എനിക്ക് തോന്നുന്നു 5:30 വന്നു, സക്സസ്ഫുൾ എന്ന് കണ്ടു, ഓഫർ ലെറ്റർ വന്നേക്കുവാണ്. ഓഫർ ലെറ്റർ ആണ് അത് വന്നേക്കുന്നത്. ഇന്റർവ്യൂ തുടങ്ങിയപ്പോ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, നിന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ച് നീ പറയുക. അപ്പൊ ഇതൊക്കെ പഠിച്ചു വെച്ചതായിരുന്നു. അതുപോലെ സാറേ ഈ സർജിക്കൽ കൗണ്ട് മിസ്സിങ് എന്റെ മുമ്പത്തെ 2 ഇന്റർവ്യൂവിൽ അവർ ചോദിച്ചതാ. സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ ഡെയിലി ചെയ്യുന്നതാണ് കൗണ്ട് നമ്മള്. പക്ഷെ പറഞ്ഞ് ഫലിപ്പിക്കാൻ നമുക്ക് എത്രത്തോളം നമ്മൾ ഓക്കെ ആവുന്നു അവിടെ ഇന്റർവ്യൂ സക്സസ് ആയിരിക്കും. അതിന് നമുക്ക് അത് നമുക്ക് ആരുടെയും ഒരു ഹെൽപ്പും കൂടെ വേണം സാർ. നമ്മൾ തന്നെ നമുക്ക് അങ്ങനെ ഇതുപോലെ ഒരു സെഷൻ എടുക്കാതെ ഒന്നും നമുക്ക് അത് കിട്ടില്ല. ഇതൊന്ന് നേരത്തെ എനിക്ക് കയറാൻ പറ്റിയില്ലോ എന്നൊരു വിഷമമുണ്ട്. ഓരോന്നിനും എല്ലാരും ഓരോന്നിനും അതിന്റെ സമയത്ത് ദാസ എന്ന് പറയും പോലെ ആ സമയത്തിന് നമ്മൾ എത്തുള്ളൂ അല്ലെ, കാര്യങ്ങളൊക്കെ എന്തായാലും. അപ്പം ചുമ്മാ സിമ്പിൾ ആയിട്ട് പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതിലും അറ്റൻഡ് ചെയ്യാതിരിക്കാൻ നമുക്ക് ഫെയിൽ ആകാൻ ഉറപ്പാണ്.